ഹലോ ഗെയ്സ്, പഞ്ചാരക്കുള്ളിയിൽ എല്ലാവർക്കും ഭീതി ഉണർത്തിക്കൊണ്ടിരുന്ന കടുവ ചത്തു എന്നാണ് അറിഞ്ഞത്. ഇനി അങ്ങോട്ട് ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ്. ജനങ്ങൾക്കെല്ലാം ആശ്വാസമായി കാണും. കുട്ടികൾക്ക് വരെ വളരെ ഭീതി ഉണർത്തുന്നതായിരുന്നു ഈ ആളക്കൊല്ലി കടുവ. അതായത് വീടിൻ്റെ പുറത്തോട്ട് പോലും അവർക്ക് ഇറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഓരോ വീടുകളുടെയും പിറകുവശത്തും ഒക്കെ കണ്ട് അവർ പേടിച്ച് ഭയന്നോടിയ രംഗങ്ങൾ നമുക്ക് ന്യൂസിലൂടെയെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു. എന്നാലും ഒടുവിൽ ഈ പിന്നെ കടുവ ചത്തു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ കടുവയെ എങ്ങനെയാണ് ചത്തതെന്ന് ഇപ്പോഴും പിന്നെ സംശയം ബാക്കി നിൽക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് വെടി ഏറ്റിട്ടില്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് വിട്ടതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ അവർ പങ്കുവെച്ചതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. കടുവകൾ മറ്റ് കടുവയുമായിട്ട് ഏറ്റുമുട്ടുകയോ അങ്ങനെ വല്ലതും കാട്ടിലകപ്പെട്ട അങ്ങനെ വല്ലതും മുറിവേറ്റ് മരണപ്പെട്ടതാണോയെന്ന് സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗങ്ങളെല്ലാം മുറിഞ്ഞതായിട്ടും നല്ല ബ്ലഡ് കാണുന്നുണ്ടായിരുന്നു കടുവയ്ക്ക്. അപ്പോൾ ഇതിനെ എന്തായാലും ഫോറസ്റ്റ് ഓഫീസിൻ്റെ സമീപത്ത് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നെ ഇതിനെ സംസ്കരിക്കും. അതിനുശേഷം നമുക്കിപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിലെ അടുത്ത് ഒരു വീട്ടിൻ്റെ പിറകിലായിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് ചത്തതെന്ന് അറിയുകയുള്ളൂ. പക്ഷേ എന്തായാലും ആൾക്കാർക്ക് ആശ്വാസമായി. ഒരു മരണങ്ങൾ സംഭവിച്ചപ്പോഴും രാധയുടെ മരണമായാലും എല്ലാം നമുക്ക് വേദന ഉളവാക്കുന്നതായിരുന്നു. കൊച്ചു കുട്ടികളടക്കം എല്ലാവർക്കും ഭീതി ഉളവാക്കിക്കൊണ്ടിരുന്നതാണ്. നോക്കിയേ, ആ കടുവയുടെ ദേഹത്തെ മുറിവുകൾ നമുക്കിപ്പോൾ കാണാം. നല്ല ബ്ലഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഇത് ഇപ്പോഴും ദുരൂഹതയിലാണ്. വയനാട്ടിലെ ഓരോ ജനങ്ങൾക്കും വളരെയധികം ആശ്വാസം തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്.